നമസ്കാരം. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ച നടപടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. രത്തൻ കേൽക്കർ വിവാദത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുമോ? ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന നളിനി നെറ്റോ പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ജോലി ചെയ്തിട്ടുണ്ട്. ബംഗാളുമായി കേരളത്തെ താരതമ്യം ചെയ്യാനാകില്ല. ബംഗാളിൽ വ്യാപകമായി SIRൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തുവെന്ന പരാതി ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ പറ്റി അങ്ങനെ ഒരു പരാതി ഒരു പാർട്ടിക്കുമില്ലായിരുന്നു. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് CEOയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വ്യക്തിപരമല്ലാതെ വിമർശനം ഉന്നയിച്ചതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ബംഗാളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കോൺഗ്രസും CPMഉം തൃണമൂൽ കോൺഗ്രസും അടക്കം പരാതികൾ ഉന്നയിച്ചിരുന്നു. SIRലൂടെ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ബംഗാളിലെ CEO പുറത്താക്കിയെന്ന് ഗുരുതരമായ ആരോപണമുണ്ടായിരുന്നുവെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേരളത്തിൽ രത്തൻ കേൽക്കർക്കെതിരെ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇവിടെ ആകെ ചില പരാതികൾ പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന താനായിരുന്നു. രത്തൻ കേൽക്കറാണോ ഞങ്ങളെ ജയിപ്പിച്ചത്? UDFന് 102 സീറ്റ് വാങ്ങി തന്നത് രത്തൻ കേൽക്കറാണോ? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് വേണ്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നല്ല എഫിഷ്യൻ്റായ ഉദ്യോഗസ്ഥനാണ് രത്തൻ കേൽക്കർ. അതുകൊണ്ടാണ് എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിച്ചതിനു ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. പ്രധാനമന്ത്രിയെ നാളെ കാണുമ്പോൾ എന്തെന്ന് നിങ്ങളോട് ഇന്ന് പറയുന്നത് അനൗചിത്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേൽക്കറുടെ നിയമനം തികച്ചും സ്വാഭാവികമായ ഭരണ നടപടി മാത്രമാണെന്ന് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മുൻപ് ഇത്തരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന നളിനി നെറ്റോയുടെ നിയമന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് മന്ത്രിസഭാ യോഗത്തിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങൾ അടിയന്തര സാഹചര്യത്തിലെടുത്ത ഭരണപരമായ തീരുമാനങ്ങൾ മാത്രമാണെന്നും പൂർണ്ണമായ ഉദ്യോഗസ്ഥ നിയമനങ്ങളായിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ബംഗാളിലെ സാഹചര്യമല്ല കേരളത്തിലുള്ളതെന്നും UDFന് 102 സീറ്റ് വാങ്ങി തന്നത് കേൽക്കറാണെന്ന് പറയുന്നത് എന്തൊരു തമാശയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. പിണറായി സർക്കാർ പാനൽ കൊടുത്തതിൽ നിന്നാണ് കേൽക്കറെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDFന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണോ പിണറായി സർക്കാർ അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത്? ഇതിനേക്കാൾ വലിയ തമാശയുണ്ടോ എന്ന് സതീശൻ ചോദിച്ചു. ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ പറ്റി ആർക്കും ഒരു പാർട്ടിക്കും ഒരു തരത്തിലുള്ള പരാതികളും ഇല്ലായിരുന്നു. രത്തൻ കേൽക്കറാണോ ഞങ്ങളെ ജയിപ്പിച്ചതെന്നും അദ്ദേഹം പരിഹാസരൂപേണ ചോദിച്ചു. ബംഗാളിൽ തെരഞ്ഞെടുപ്പ് CEOയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു വിമർശനങ്ങൾ എത്തിയത്. എന്നാൽ കേരളത്തിൽ രത്തൻ കേൽക്കർക്കെതിരെ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു. BJPക്കോ CPMനോ അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉണ്ടായിരുന്നോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം മന്ത്രിസഭാ യോഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അംഗീകാരം നൽകിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.